ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ്ഡ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 5 പഴം വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണ് പലഹാരം ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് പഴം എടുത്താൽ മതി. ഇനി ഈ പഴം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ പഴം 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു തട്ടിലേക്ക് ഈ പഴമൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിത് ഇഡ്ഡലി ചെമ്പിലാണ് വേവിക്കാൻ പോണത്. വെള്ളം ചൂടായി വരുമ്പം നമുക്ക് ഈ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം പഴമൊക്കെ ശരിക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പഴം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് തണയാൻ വേണ്ടി വെക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ഫൈനാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ പഞ്ചസാര നല്ല ഫൈനാക്കിയിട്ട് തന്നെ പൊടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പഴമൊക്കെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഊരിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ പഴമൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ ഇത് ശരിക്കും അരിഞ്ഞ് കിട്ടൂല. പഴം അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഫൈനായി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണിച്ച വെള്ളത്തിൻ്റെ കണക്ക് അഥവാ നിങ്ങൾ അരയ്ക്കുമ്പോൾ പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ അരച്ചെടുത്ത പഴം കംപ്ലീറ്റ് ആയിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സ്വീറ്റ്നെസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. മിക്സ് ചെയ്തിട്ട് അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് അരിപ്പൊടി കുറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ട്സ് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴയ്ക്കൂലേ, അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിതെല്ലാം കുഴച്ചിട്ട് ഇപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി 2 ഡ്രോപ്പ് ഓയിൽ കയ്യിൽ തടവിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് റെഡിയാക്കി എടുക്കണം. ഇതുപോലത്തെ ഇതേ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കണം. ഈ ഉണ്ടകൾ ഇങ്ങനെ റെഡിയാക്കുമ്പം പഴം ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ ചെറുങ്ങനെ ഒട്ടലൊക്കെ വരും. അപ്പം നമുക്ക് കുറച്ച് ഓയിൽ കയ്യിൽ തടവിയാൽ മതി. ഇപ്പം ഞാനിവിടെ ഈ ബോൾസൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓരോരോ ബോൾസ് എടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബോൾസും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിരുന്നു. ഇപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു തട്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. നമ്മൾ പഴം ആദ്യം ആവിയിൽ വേവിച്ചെടുത്തതുകൊണ്ട് ഒരു 10 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ഉണ്ടകളൊക്കെ ശരിക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ തട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം, ഒന്ന് തണഞ്ഞ് കിട്ടുന്നവരെ. അപ്പോൾ ഇതാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് പഴം കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത ഒരു കിഡിലൻ സ്നാക്ക്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു സിമ്പിളായിട്ടുള്ള സൂപ്പർ 4 മണി പലഹാരമാണ്. നമ്മളിതിലേക്ക് തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. പിന്നെ എൻ്റെ ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്.